കർഷക കുടുംബത്തിലായിരുന്നു ഷെയ്ഖ് യൂസുഫുൽ കർലാവിയുടെ ജനനം. 2-ാം വയസ്സിൽ പിതാവിന് നഷ്ടമായ കർലാവി പിതൃവ്യന്റെ സംരക്ഷണത്തിലായിരുന്നു വളർന്നത്. 11-ാം വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ കർലാവി വിദ്യാർത്ഥി ജീവിതത്തിൽ തന്നെ കവിതകൾ രചിച്ചിരുന്നു. 1953-ൽ യൂസുഫുൽ കർലാവി ഈജിപ്തിലെ പ്രസിദ്ധമായ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇസ്ലാമിക വിഷയത്തിൽ ബിരുദം നേടി. ഈജിപ്ഷ്യൻ പ്രസിഡന്റായിരുന്ന ഗമാൽ അബ്ദുൽ നാസറിന്റെ ഭരണകാലത്ത് 1-ൽ കൂടുതൽ തവണ ജയിൽവാസം അനുഷ്ഠിച്ചു. ചെറുപ്പത്തിൽ തന്നെ ഇമാം ഹസൻ ബന്നയുടെ വ്യക്തിത്വത്തിൽ ആകൃഷ്ടനായ കർലാവി മുസ്ലിം ബ്രദർഹുഡിന്റെ സജീവ പ്രവർത്തകനായി മാറി. ഭരണാധികാരികളുടെ കണ്ണിലെ കരടായി മാറിയ ഷെയ്ഖിനെ ഖത്തർ സർക്കാർ ഖത്തറിലേക്ക് ക്ഷണിക്കുകയും ഖത്തർ പൗരത്വം നൽകി സംരക്ഷിക്കുകയും ചെയ്തു. അറബി ഭാഷയിൽ 120ഓളം പുസ്തകങ്ങൾ ഇതിനകം തന്നെ രചിച്ചു കഴിഞ്ഞു. ഖത്തറിൽ ഷെയ്ഖിന് വലിയ സ്വീകരണമാണ് ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് ലഭിച്ചത്. 2011-ലായിരുന്നു ഈജിപ്ത് വിട്ട കർലാവി സ്വന്തം നാട്ടിൽ കാലുകുത്തുന്നത്. അറബ് ലോകത്ത് ഖത്തറിന്റെ വ്യത്യസ്തമായ നിലപാടിന് കാരണം കർലാവിയുടെ സാന്നിധ്യമാണെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇറാഖ്, അഫ്ഗാൻ, ഫലസ്തീൻ പ്രശ്നങ്ങളിൽ ജോർജ് ബുഷിനെതിരെയും സയനിസ്റ്റ് ഭീകരതയും നിശിതമായി വിമർശിക്കുകയും പ്രവാചക നിന്ദ നടത്തിയ ഡെൻമാർക്കിനെതിരെ ശബ്ദിക്കുകയും ചെയ്തതിന്റെ പേരിൽ അമേരിക്കൻ ഇസ്രായേൽ ലോബിയുടെ കണ്ണിൽ കരടായി മാറി. ചെറുപ്രായത്തിൽ തന്നെ നീതിക്ക് വേണ്ടി ശബ്ദിച്ചു തുടങ്ങിയ ഷെയ്ഖ് കർലാവി 87-ാം വയസ്സിലും ആവേശം ഒട്ടും ചോരാതെ എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും അനീതിക്കെതിരെ ഗർജിച്ചുകൊണ്ടിരിക്കുന്നു. മീഡിയ 1, ഖത്തർ.